കൊടുവായൂർ കേരളാപുരം NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ദീപം തെളിയിക്കലിനെ തുടർന്ന് ആചാര്യ അനുസ്മരണത്തോടെ യോഗം തുടങ്ങി. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ 90 കരയോഗങ്ങളിലും നല്ല പ്രവർത്തനമാണ് ഇന്ന് കാഴ്ചവെക്കുന്നത്. അതിലും ചില കരയോഗങ്ങളിൽ ചില പുഴുക്കളുണ്ട്. അവർക്ക് മരത്തിനെക്കാട്ടിലും വലിയ കൊമ്പായിട്ടാണ് അവർ നടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും നമ്മളെ വിമർശിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് എന്ത് ഗുണം കിട്ടും എന്ന് നമുക്കറിയുന്നില്ല. പക്ഷെ അവർ ചെയ്യുന്നത് അതാണ്. അവരിൽ ചിലർ, എല്ലാവരും ഇല്ല, ചില കരയോഗത്തിലെ പ്രവർത്തകർ, അതായത് പ്രസിഡന്റ്, സെക്രട്ടറിമാർ, ആജീവനാനന്ദം എനിക്ക് പ്രസിഡന്റ് സ്ഥാനം വേണം, ഞാൻ ഒട്ട് പ്രവർത്തിക്കില്ല, ആ കരയോഗത്തിന് ഒന്നും ചെയ്തു കൊടുക്കില്ല, ഒരു കാര്യങ്ങൾക്കും പോവില്ല, പക്ഷേ സ്ഥാനം പ്രസിഡന്റ്. അങ്ങനെയുള്ള കരയോഗവും നമ്മുടെ ഈ യൂണിയൻ്റെ കീഴിലുണ്ട്. പക്ഷെ അതൊക്കെ നോക്കുമ്പോൾ കേരള കരയോഗം വളരെയധികം വൃത്തിയോടും സമുദായങ്ങളെ സ്നേഹിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കരയോഗമായിട്ടാണ് താലൂക്ക് യൂണിയൻ വിലയിരുത്തുന്നത്. കരയോഗം പ്രസിഡന്റ് പി മണികണ്ഠൻ അധ്യക്ഷനായി. താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ വിനീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗം സെക്രട്ടറി EP പ്രദീപ് വാർഷിക റിപ്പോർട്ടും വനിതാ സമാജം സെക്രട്ടറി രാധിക മണികണ്ഠൻ വനിതാ സമാജം റിപ്പോർട്ടും കരയോഗം ട്രഷറർ T മോഹൻദാസ് ബജറ്റും അവതരിപ്പിച്ചു. കരയോഗത്തിൽ മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ, സ്കോളർഷിപ്പ് വിതരണം, വിദ്യാഭ്യാസ ധനസഹായ വിതരണം എന്നിവയും നടന്നു. താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് രജനി വിനോദ് കലാപരിപാടികൾ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് P രവികുമാർ മുരിങ്ങമല, വനിതാ യൂണിയൻ സെക്രട്ടറി MG ഷീജ എന്നിവർ പ്രസംഗിച്ചു. വനിതാ സമാജം പ്രസിഡന്റ് വിജയ ശശിധരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി K സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കരയോഗം അംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി. UTV ന്യൂസ്, പാലക്കാട്.